പറഞ്ഞ എവല്യൂഷൻ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പച്ചയായിട്ട് അത് സയൻസ് ശാസ്ത്രീയമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശാസ്ത്രീയമാണെങ്കിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്താണ്? ലോജിക്കാണ്. ലോജിക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പിന്നെ അത് ശാസ്ത്രീയമല്ല. ലോജിക്കലി അത് കറക്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രീയമല്ല. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ലോജിക്കാണ്. അപ്പൊ ലോജിക്ക് ഇല്ലാത്ത ശാസ്ത്രീയതയില്ല. അപ്പൊ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, അതായത് അനേക കോടി വർഷങ്ങൾ വേണം ഒരു ജീവി വേറൊരു ജീവിയായിട്ട് പരിണമിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? അനേക കോടി ലക്ഷങ്ങളോ പിന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം ഒരു ജീവി വേറൊരു ജീവിയായിട്ട് പരിണമിക്കാൻ. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ജീവി വേറൊരു ജീവിയായിട്ട് പരിണമിക്കുക എന്താണ്? അതിന്റെ മനസ്സല്ല, അതിന്റെ ആത്മാവല്ല, അതിന്റെ ഇന്നർ സെൻസ് ഒന്നുമല്ല. പകരം എന്താണ്? അതിന്റെ ശരീരമാണ്. നിങ്ങൾ പറയും ശരീരം. അതിന്റെ ശരീരം ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് ഇതിങ്ങനെ, ഇത് ഈ പറഞ്ഞിരിക്കുന്ന പരിണാമം എന്ന് പറയുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ആണെന്ന് പറയുന്നു. അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ അടുത്തതിലേക്ക് പരിണമിക്കുന്നതിൻ്റെതായ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവണം. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കൈ അടുത്ത ജീവിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എന്റെ കൈ എന്താണ്? അടുത്തതിലേക്ക് പരിണമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോക്രി കൈ ഉണ്ടാവണം, കോക്രി കണ്ണുണ്ടാവണം, കോക്രി മൂക്കുണ്ടാവണം, അതേപോലെ കോക്രി ശരീരം ഉണ്ടാവണം, കോക്രി തലയുണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവണം. എന്തുകൊണ്ടാ? ഇത് പരിണാമം നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ 100% പരിണമിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്ന സാധനം അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് 0.01 പരിണമിച്ചതും ഉണ്ടാവണം, 99% പരീക്ഷണം. ഇനി 100% മനുഷ്യനായി, ഹോമോസാപ്പിയൻ ആയി കഴിഞ്ഞാൽ അതിനെ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിട്ട് പോകുമ്പോൾ ഉള്ള മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റം നമ്മളിവിടെ കാണും. ഒരു ജീവിയിലും തന്നെ നിങ്ങൾക്ക് അത്തരം ഒരു മാറ്റം കാണാമെങ്കിൽ, ഒരു കോക്രി കണ്ണ് അത് ഒരു പരുന്തിന്റെ കണ്ണാണെങ്കിൽ പരുന്തിന് ആവശ്യമുള്ള രീതിയിൽ അത് ഫിനിഷ്ഡ് ആണ്. മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ ഫിനിഷ്ഡ് ആണ്. ഞാൻ പറയുന്നത് അതിന്റെ രൂപം. അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് പരിണാമത്തിന് അടുത്ത 4ാമത്തെ വാദം എന്ന് പറഞ്ഞാൽ, പരിണാമത്തിൽ സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നടുവിലുള്ള ഒരു സാധനമാണ് തിയറി എന്ന് പറഞ്ഞാൽ. അതായത് വേറൊരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഫാക്ട് ആയിട്ട് മാറേണ്ട ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതിൽ ചില ആൾക്കാർ പറയാറുണ്ട്, കേരളത്തിൽ ഇതിനെ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങളപ്പോ അങ്ങനെയാണെങ്കിൽ ഭൂഗുരുത്വാകർഷണ നിയമം ഉണ്ടല്ലോ, അതായത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഈ സാധനത്തിനെ തിയറി ഓഫ് ഗ്രാവിറ്റേഷനെ നിങ്ങൾ അംഗീകരിക്കാറുണ്ടോന്ന്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് തിയറി അല്ല, അത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഇതിൽ ഫിസിക്സിലെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്, അല്ലാതെ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ അല്ല. എന്നാൽ എവല്യൂഷൻ എന്ന് പറയുന്നത് തിയറിയാണ്, നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ ഒരു വിഷയം, ഒരു ജീവനില്ലാത്ത സാധനത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നുള്ളതാണ് ഈ എവല്യൂഷന്റെ ഏറ്റവും അടിസ്ഥാനം. എന്താണ്? ജീവനില്ലാത്ത സാധനത്തിൽ നിന്ന് ജീവൻ. നമുക്കറിയാം ഇന്ന് ബിഗ് ബാങ് ആണ് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ബിഗ് ബാങ്കിലെ പൊട്ടിത്തെറിയിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഖരവസ്തുക്കളാണ്. ആ ഖരവസ്തുക്കളിൽ നിന്ന് ജീവനില്ലാത്ത അജൈവ വസ്തുക്കളിൽ നിന്ന്, ചേതനയില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ചേതനയുള്ള ജൈവ വസ്തുക്കൾ ഉണ്ടായെന്നാണ്. ഇത് 2ാമത്തെ പോയിന്റാ പറയുന്നത്. 2ാമത്തെ പോയിന്റ്. അപ്പൊ ചേതനയില്ലാത്ത വസ്തുവിൽ നിന്ന് ചേതനയുള്ള ഒരു വസ്തു ഉണ്ടായി എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പിന്നീട് തെളിയിക്കപ്പെടുകയോ, ശാസ്ത്രീയമായിട്ടൊരു കാര്യം തെളിയിക്കപ്പെടണമെങ്കിൽ, ഫാക്ട് ആവണമെങ്കിൽ അത് നിരന്തരമായിട്ട് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തെളിയിക്കാൻ നിരന്തരം ഒരാൾ ചോദിച്ചാൽ അത് കാണിക്കാൻ പറ്റണം. ഇപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന സാധനം, നിങ്ങൾക്ക് ഒരു കല്ല് മേലേക്ക് എറിഞ്ഞാൽ ആ കല്ല് താഴേക്ക് വീഴുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. അതേപോലെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഒരു ലാബിൽ വെച്ചിട്ടും, അതായത് ഈ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ജീവനുള്ള വസ്തുവാക്കിയിട്ട് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. നമ്പർ 2. മൂന്നാമത്തെ വിഷയം എന്താ? താങ്ക് യു. അതായത് ഇവിടെ ഒരു രസകരമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല്, ഷിനാസ് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് അല്ല, പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. അതന്നെ വൈരുദ്ധ്യമാണ്. അൾട്ടിമേറ്റ് അല്ലാത്ത ഒരു സാധനത്തിനെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അത് നമ്പർ 1 അവിടെ മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ പരിണാമം എന്ന് പറയുന്നത് അതിനേക്കാൾ രസകരമായ ഒരു കാര്യമാണ്. ലോകത്ത് ഹംസ സോൾസിസ് മുതൽ ഇവിടെ ഈ ക്ലബ് ഹൗസിലുള്ള ഏറ്റവും സാധാരണക്കാരായി ഈ ഗ്രൂപ്പിലിരിക്കുന്ന എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. അവരെക്കാളും താഴെ കിടക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ പോലും പരിണാമവാദികളിലെ അറിവുള്ളവർ വരാറില്ല. ഇവിടുത്തെ ചന്ദ്രശേഖരന്, കൈപ്പള്ളി അടക്കം, ജോബി അടക്കം ഒരാൾ നമ്മളോട് ചർച്ചയ്ക്ക് വരാറില്ല. നമ്മളതിന് അവരെ വെല്ലുവിളിച്ചതാ. പരിണാമത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഡിബേറ്റ് നടത്താമെന്ന് വെല്ലുവിളിച്ച അവര് വരാറില്ല. പിന്നെ ഷിനാസിനെ പോലെയുള്ളവർ വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഈ എലികളിൽ ഈ ജനീവയിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. എലികൾക്ക് അതായത് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള, അതായത് എലിയെ ആക്രമിക്കുന്ന ഒരു ജീവിയെ തിരിച്ചറിയാനുള്ള തലച്ചോറിന്റെ ഭാഗം ഏതാണോ ആ സാധനത്തില് അതിലേക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന, ആ അറിവ് ലഭിക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് എലികളെ വിട്ടപ്പോ ആ എലികൾ ധൈര്യസമേതം പൂച്ചയുടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഒരു പ്രശ്നമില്ല, അതിന് പേടിയേ ഇല്ല പൂച്ചനെ. അതേപോലെയാണ് ആ ഇൻഫർമേഷന്റെ കുറവാണ് ഷിനാസിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത്തരം പുലിമേടകളിൽ വന്നിട്ട് കയറുന്നത്. അതേസമയത്ത് ഇവിടെ ചന്ദ്രശേഖരൻ വരൂല,
ലൂസി ചന്ദ്രശേഖരൻ ഇവിടെ വരൂല, വേണ്ട, കൈപ്പള്ളി വരൂല, ഇവരാരും വരൂല. ഇനി അവര് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഡീൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ആ വിഷയത്തിൽ ഡിബേറ്റിനെ ഞങ്ങള് എന്തുകൊണ്ടാണ് ഇനി പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആ വിഷയം പഠിക്കാതെ നിങ്ങൾ ഈ വിഷയമായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയില്ല, അത് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് നിങ്ങളൊരു തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല. അതിന് കൃത്യമായിട്ടൊരു സമരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ പോയിന്റ്, പരിണാമം എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് എവല്യൂഷൻ ആണ്. അത് ഫാക്ട് ഓഫ് എവല്യൂഷൻ അല്ല. തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസിന്റെയും അതേപോലെ ഫാക്ടിന്റെ